ഈ ട്രൂ ഫ്രണ്ട്, ഗുഡ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരൊന്നും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ ആൾക്കാരെ തുടക്കത്തിൽ കിട്ടുകയും ചെയ്യൂല. കാരണം ഒരു ഫ്രണ്ട് അങ്ങനെ ആവലാണ്. അല്ലാതെ അവർ തുടക്കത്തിൽ അങ്ങനെയല്ല. ആൻഡ് എപ്പോഴാണ് ആ ഫ്രണ്ട് അങ്ങനെ ആവലെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴാണ് ആ ഫ്രണ്ടിന്റെ ഗുഡ് സൈഡ് മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്, അന്നേരാണ് ആ ഫ്രണ്ട് അങ്ങനെ ആവുക. ആൻഡ് ഇത് ഇവിടെ കേൾക്കണം കേട്ടോ, ഈ ഗുഡ് സൈഡ് മാത്രം എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അവർക്ക് അവരുടെ ബാഡ് സൈഡ് ഉണ്ട്. പക്ഷേ എവൻച്വലി ഓവർ ദ പീരിയഡ് നിങ്ങൾ അളന്ന് നോക്കിയപ്പോൾ അവരെ ഗുഡ് സൈഡ് ആണ് കൂടുതലുള്ളത് ബാഡ് സൈഡിനെ കാട്ടി കൂടുതൽ. സോ സബ് കോൺഷ്യസ്ലി യു വിൽ ബി ലൈക്ക് ഹാ ഹി ഓർ ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇവരെ ബാഡ് സൈഡ് എന്ന് പറയുമ്പോൾ അത്ര മോശമുള്ള കാര്യം ആയിരിക്കൂല കേട്ടോ. ഇറ്റ് വിൽ ബി ലൈക്ക് 5 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞാൽ 5 മണിക്കൂറായിട്ടേ വരും. ആൻഡ് ചില സമയം വിളിച്ചാൽ വരൂല എന്നല്ല, ഫോൺ വരെ എടുക്കൂല. സോ അതായിരിക്കും ബാഡ് സൈഡ്. പക്ഷെ ഗുഡ് സൈഡ് എന്തായിരിക്കും എന്ന് വെച്ചാല് വലിയ വലിയ കുഴപ്പമുണ്ടാകുമ്പോ ആരുമില്ലെങ്കിലും, അതായത് ഈവൻ ഫാമിലി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ കൂടി ദേ വിൽ ബി ദെയർ. നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരും, അല്ല നീ എന്തിനാ നിൽക്കുന്നതിന്റെ സാധനം ചോദിക്കേണ്ടി വരും. അവരുടെ റെസ്പോൺസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, വിട്ടല്ലടോ സംഭവിക്കും. സോ ദീസ് ആർ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഒരു ഫ്രണ്ട് അങ്ങനെ ആവലാണ്. സോ ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, you should really consider yourself as lucky.